കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. 24 മണിക്കൂർ നീളുന്ന പണിമുടക്കിൽ പൊതുഗതാഗതവും ബാങ്കിംഗ് മേഖലയും പൂർണ്ണമായി സ്തംഭിക്കുന്നതോടെ സംസ്ഥാനം ഒരു ബന്ദിന്റെ പ്രതീതിയിലായിരിക്കും. CITU, INTUC ഉൾപ്പെടെയുള്ള പ്രമുഖ സംഘടനകൾ അണിനിരക്കുന്ന സമരത്തിൽ നിന്ന് അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്ത സാഹചര്യത്തിൽ വിവിധ സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. അതേസമയം KSRTCയും കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും പതിവ് പോലെ സർവീസ് നടത്തും. തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ ഡിയോഗോയും കൊച്ചിയിൽ നിന്ന് റാംഷാ CPയും ചേരുന്നു. വിശദാംശങ്ങളുമായി ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അശ്വിൻ ഡിയോഗോ ചേരുന്നു. അശ്വിൻ, അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധം, ലേബർ കോഡ് കത്തിക്കുന്ന പ്രതിഷേധക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പണിമുടക്കിന്, ദേശീയ പണിമുടക്കിന് തുടക്കമായിരിക്കുകയാണ്. കേരളം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുമോ? അറിയ തീർച്ചയായും ദേശീയ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നു. ഞാനുള്ളത് തമ്പാനൂരിന് സമീപമാണ്. തമ്പാനൂരിന് സമീപം ഇപ്പോൾ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. നേരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്കാണ് ഈ പ്രകടനം എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. കനത്ത പോലീസ് സംരക്ഷണയാണ് ഇവിടെ നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽ വകുപ്പ് അടക്കം തിരിച്ചെത്തിക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ CITUവിന്റെ നേതൃത്വത്തിലടക്കം ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ, തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ സമരമായ ദേശീയ പണിമുടക്ക് ആരംഭിച്ചിട്ടുള്ളതിന്റെ ഭാഗമായി തമ്പാനൂർ ഭാഗത്ത് നിലവിൽ ഇപ്പോൾ CITUവിന്റെയും മറ്റ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ചാണ് നടത്തുന്നത്. നേരെ ഇവർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തി തങ്ങളുടെ മാർച്ച് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. തമ്പാനൂർ ഭാഗത്ത് നമുക്ക് കാണാം നിരവധി ഓട്ടോറിക്ഷകളടക്കം നിലവിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. പക്ഷേ അല്പസമയം കഴിഞ്ഞ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷകൾക്കും KSRTC ബസ്സുകളെ അടക്കം ഈ ഒരു സമരത്തിന്റെ ഭാഗമായി തടയും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി സർക്കാർ ഡയസ്നോടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ, അതായത് ഇന്ന് ജോലിക്കെത്താത്ത ജീവനക്കാരുടെ ശമ്പളമടക്കം കട്ട് ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി നൽകാൻ ജില്ലാ കളക്ടർക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്ക് ജോലിക്കെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കണം. KSRTC ഇവർക്ക് ഇവിടേക്ക് എത്തുന്നതിനുള്ള ഗതാഗത സംവിധാനങ്ങളടക്കം ഒരുക്കി നൽകണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ KSRTC അറിയിച്ചിട്ടുള്ളത് ഈ സമരവുമായി ബന്ധപ്പെട്ട് KSRTC സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് KSRTC അറിയിച്ചിട്ടുള്ളത്. KSRTC ബസ്സുകൾക്ക് നേരെ ഏതെങ്കിലും വിധത്തിലുള്ള അക്രമമോ അല്ലെങ്കിൽ വഴിയിൽ തടയുന്ന സംഭവങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് പോലീസിന്റെ സംരക്ഷണയോടുകൂടി തന്നെ സർവീസ് പുനരാരംഭിക്കണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ പേര് ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായി, ഈ ഒരു മാർച്ചിന്റെ ഭാഗമായി ഇവിടെ അണിചേരുകയാണ്. ഇത്തരത്തിൽ മറ്റ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ്, തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു മാർച്ച് ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. തമ്പാനൂർ പോലീസ്, ഫോർട്ട് പോലീസ് അടക്കം നിലവിൽ ഇപ്പോൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ബസ്സുകളും ഓട്ടോറിക്ഷകളും അടക്കം നാളെ ഓടുന്ന കാര്യത്തിൽ സംശയമാണ് എന്നുള്ളതാണ്. അവശ്യ സേവകളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിക്കും എന്നുള്ളതാണ് സമരക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം എന്നുള്ള ആശങ്ക ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വിൻ ഡിയോഗോ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ വലിയ രീതിയിലുള്ള പ്രകടനം നടക്കുകയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ.